ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ത്യൻ ബൈക്ക് 3D ആണ് കളിക്കുക. നമ്മൾ കളിക്കുമ്പോൾ തന്നെ ഒരു അടിപൊളി ഇതാണ്. നമ്മൾ പുതിയൊരു ഷോപ്പ് ഇറങ്ങിയിട്ടുണ്ട് യമഹേൻ്റെ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോണത്. ഇത് പിന്നെ ഒറിജിനൽ ഗോൾഡ് എന്നിട്ട് ഗോൾഡ് പെയിൻറ്റാ. അപ്പം ഇപ്പം നമ്മുടെ ഷോറൂം കാണിച്ചു നല്ല ആക്കി എടുക്കാൻ വണ്ടികളൊക്കെ ഉണ്ട്. രണ്ട് മോഡൽ വണ്ടികളാണ്. ഒന്ന് ഏതോ ഒരു മോഡലാണെങ്കിൽ രണ്ട് മോഡലിൻ്റെ പേരറിയില്ല ഗൈസ്, അതാണ് പ്രശ്നം. രണ്ട് മോഡൽ സീനാണ്. നമ്മൾ ഒരു മോഡലിൻ്റെ കളർ വേരിയൻ്റ് ആകെ നമ്മൾ ഒന്ന് ഇറക്കിട്ടോ, ബാക്കി എല്ലാം സെയിം കളർ വേരിയൻ്റാണ്. പക്ഷെ നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോൾ വേറെ കളർ വേരിയൻറ്റിൽ അയാൾ പറയുന്ന കളർ വേരിയൻറ്റിൽ ഗൈസ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അതാണ് നമ്മുടെ ഷോറൂമിൻ്റെ പ്രത്യേകത. വണ്ടിയൊക്കെ തെറിച്ച് കളിക്കുകയാണല്ലോ. നമുക്കിനി ഇതാണ് നമ്മളെ ഷോറൂം. കുറച്ച് വണ്ടികളൊക്കെ കാണാൻ പറ്റും. കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ വണ്ടികൾ കളക്ഷൻ എന്ന് വെച്ചാൽ മേളിലേക്കൊന്നുമില്ല. ഇവിടെ ഒരു വണ്ടി ഇറക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞില്ല, അത് ഈ വണ്ടിയാണ്. പിന്നെ അത് അവിടെ 3 വണ്ടി ഇറക്കുന്നുണ്ട്. പിന്നെ അതാ ഇവിടെ ഈ വണ്ടികൾ കുറവാട്ടോ. ഒരു ബ്ലൂ ഉണ്ട്, ഒരു ബ്ലാക്ക് ഉണ്ട്, ഒരു റെഡും ഉണ്ട്. ഇനി നമുക്ക് പിന്നെ ഈ വണ്ടീൻ്റെയൊക്കെ വില എന്ന് വെച്ചാൽ ഈ ഒരു വണ്ടി ഇല്ലേ ഗൈസ്, ഇവിടെ കിടക്കുന്ന ഈ വണ്ടിക്കിൻ്റെ വില എന്ന് വെച്ചാൽ ഒരു 5 ലക്ഷം രൂപയാണ്. ആ വണ്ടിക്ക് കുറച്ച് കൂടുതലാണ് ഗൈസ്, ഒരു 8 ലക്ഷം വരുന്നുണ്ട്. പിന്നെ കളറനുസരിച്ച് കൂടുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് കസ്റ്റമർ വന്നിട്ട് കാണാം ഗൈസ്. ഇപ്പോൾ ഗൈസ് ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. ചേട്ടാ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് വേണ്ട? ഇവിടെ ഏതൊക്കെ വണ്ടി ഉണ്ട് ബ്രോ? ഇവിടെ ഈ വണ്ടിയൊക്കെ ഉണ്ട് ചേട്ടാ. ഒട്ടത്ത് കൊടുക്കുന്ന വണ്ടിക്കതോ? ആ ചുവപ്പ് വണ്ടിക്ക് എത്ര വില? ഏതാ ചുവപ്പ് വണ്ടിക്കോ? ചുവപ്പ് വണ്ടിക്ക് ഏകദേശം ഒരു 8 ലക്ഷമാണ് പറയണത്. നമ്മൾ ഫസ്റ്റ് കസ്റ്റമർ ആയതുകൊണ്ട് ഒരു 7,500 വരെ. 7,500 അത് ഇത്തിരി കൂടുതലല്ലോ ചേട്ടാ. ഒരു 7 തരാൻ പറ്റുമോ? 7 തരാം. ഏത് കളർ നിങ്ങൾക്ക് വേണ്ടോ? നമുക്കിപ്പോൾ ബ്ലാക്ക് ആയിക്കോട്ടെ. ബ്ലാക്ക് ഓക്കെ. ബ്ലാക്ക് ഞാൻ പുറത്തേക്ക് ഇറക്കി തരാം. നിങ്ങളവിടെ നിന്നോളി, നിങ്ങളവിടെ വെക്കുക. ഞാൻ ബ്ലാക്ക് കുറച്ച് ബുക്കും പേപ്പറിൻ്റെ ഇതുണ്ട്, അത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ ബൈക്ക് എടുത്ത് പൊയ്ക്കോളി. എന്താ ഞാൻ ഇവിടെയൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടാവും. ഓക്കെ ബാ, നമുക്ക് ബുക്കും പേപ്പറും ചെയ്യാം. ഓക്കെ ബാ ഗൈസ്. അപ്പം നമ്മൾ ബുക്കും പേപ്പറും ചെയ്തിട്ട് വരാം ഗൈസ്. അടുത്ത കസ്റ്റമർ വന്നിട്ടുണ്ട്. ചേച്ചിക്ക് എന്താ വേണ്ടേ? ഒരു ബൈക്ക് വേണേ. ഏത് ബൈക്ക് ചേച്ചി ഇവിടെ വേണ്ട? ഇവിടെ ഇഷ്ടം പോലെ ബൈക്കുകളുണ്ട്. എനിക്കിതാ ആ അറ്റത്ത് കിടക്കുന്ന ഈ ബൈക്കാണ് വേണ്ടേ. ഏത്? ഈ ബൈക്കോ? ആ ഈ ബൈക്ക് തന്നെ. ഈ ബൈക്കിന് കളർ വേരിയൻ്റ് ഏതൊക്കെയാണ് വരുന്നത്? ഈ ബൈക്കിന് നമ്മളൊരു ആപ്പ് ഉണ്ട് ഗൈസ്. ഇത് എൻ്റെ ഫോണിലൊരു ആപ്പ് ഉണ്ട്. നിങ്ങൾ പല കളറുകളുണ്ട്. എന്നാൽ എനിക്ക് ബ്ലൂ കളർ വേണം. ബ്ലൂ, ഇതാണ് ബ്ലൂ. യെസ്, ഇതാണ് ബ്ലൂ വേരിയൻ്റ് വരിക. ഇത് എക്സ്ട്രാ കളർ ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിരിക്കും വില. ഇതിൻ്റെ ഒറിജിനൽ വില എന്ന് വെച്ചാൽ 6 ലക്ഷമാണ്, 6 lakhs. അപ്പോൾ നമുക്ക് ഒരു 6,500 തരാനേ പറ്റുള്ളൂ. 6,500 അത് ഇത്തിരി കൂടുതലല്ലേ? ഇതിനിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മതി. അല്ലെങ്കിൽ ഇതാ അവിടെ 2 വണ്ടി കിടക്കുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. ഇനിയും വേണ്ട, ഇതന്നെ മതി. ഇത് ബുക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ഫുൾ ക്യാഷാണ് മേഡം. ഫുൾ ക്യാഷാണോ അല്ലെങ്കിൽ ഡൗൺ പേയ്മെൻ്റ് ആണോ? ഡൗൺ പേയ്മെൻറ്റ് തന്നെയാണ്, ഫുൾ ക്യാഷ് ഇല്ല. ഇപ്പം എത്ര അടയ്ക്കുന്നത് മാഡം? ഇപ്പം ഞാനൊരു 1 ലക്ഷം അടയ്ക്കാം. ബാക്കി ഞാൻ മാസങ്ങളിൽ അടയ്ക്കാം. ഓക്കെ മാഡം. ഒരു പേപ്പർ വർക്ക്സ് ഉണ്ട് മാഡം, ഒന്ന് വരുമോ? ഓക്കെ ഗൈസ്, ഇവരെ പേപ്പർ വർക്കും കൂടി നമുക്ക് ചെയ്തിട്ട് കാണാം. ബൈ ബൈ ഗൈസ്. ഇപ്പോൾ നമുക്ക് 2 കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. ഇവരൊക്കെ ടീംസാണ് ഗൈസ്. ഇവർ ഏട്ടനും അനിയന്മാരാണ്, ഇമ്പളെ പോലെ തന്നെ ഉണ്ട് ഗൈസ്. അപ്പം ചേട്ടന്മാർ നിങ്ങൾക്ക് ഏതാ വണ്ടി വേണ്ടേ? എനിക്കിതാ ഈ കിടക്കുന്ന വണ്ടി. ഏത്? ഇതാണോ ചേട്ടാ? അത് തന്നെ. ഇതിൻ്റെ പ്രൈസ് എത്രയായിരിക്കും? ഇതിൻ്റെ പ്രൈസ് എത്രയാ അറിയോ? ഇതിനാണ് 8 ലക്ഷം രൂപ വരുന്നുണ്ട്. 8 ലക്ഷം രൂപയോ? അത് ഇത്തിരി കൂടുതലല്ല ബ്രോ. ചേട്ടാ ഇത്രയും വില കുറവിന് ഈ വണ്ടി കിട്ടൂല.
ഓക്കെ, എനിക്ക് വേറെ കളറിൽ കിട്ടാമോ? വേറെ കളറിൽ കിട്ടും. നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടേ? ഞങ്ങൾക്കിപ്പോൾ ഒരു ബ്ലൂ കളർ. ബ്ലൂ ഇവിടെ ഉണ്ടല്ലോ, ഇതാണ് ബ്ലൂ കളർ. അത് റെഡി ആക്കിക്കോ. ഇതൊന്ന് ഓക്കെ സാർ, ഞങ്ങൾ പുറത്തേക്ക് ഇടാൻ വണ്ടി. നിങ്ങൾ പൈസ അടച്ചിട്ട് കൊണ്ടുപോയിക്കോളൂ നിങ്ങളെ വണ്ടി. കുറച്ച് ചേട്ടാ, ഫുൾ പേയ്മെൻ്റ് ആണോ അല്ലെങ്കിൽ ഡൗൺ പേയ്മെൻ്റ് ആണോ? അതെന്തും ചോദ്യം, ഡൗൺ പേയ്മെൻ്റ് തന്നെ. ഡൗൺ പേയ്മെൻറ്റാ? ഓക്കെ. കുറച്ച് ബുക്കും പേപ്പറൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പം എത്രയാണ് അടയ്ക്കുന്നത്? ഇപ്പം ഞങ്ങൾ അടയ്ക്കുന്നത് ഒരു 2 ലക്ഷമാണ്. ബാക്കി മാസം ഞങ്ങൾ അടച്ചോണ്ട്. ഓക്കെ സാർ, ബുക്കും പേപ്പറും ഉണ്ട്. ബുക്കും പേപ്പറും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോവാം ബൈക്ക് എടുത്തിട്ട്. അപ്പോൾ ഗൈസ് വരെ ബുക്കും പേപ്പറും ചെയ്തിട്ട് കാണാം. ഗൈസ് വീണ്ടും ഒരു ചേച്ചി തന്നെ വന്നത്. അപ്പം നമുക്ക് ചേച്ചിക്ക് ഏത് വണ്ടിയാണ് വേണ്ടത് ചോദിച്ചാൽ, ചേച്ചിക്ക് ഏതാ വണ്ടിയുണ്ട്? എനിക്കിതാ ഇവിടെ കിടക്കുന്ന ഈ വണ്ടി തന്നെ മതി. സെറ്റ് കളറാണല്ലോ. ശരി ചേച്ചി, ഇത് ഗോൾഡിൻ്റെ കളർ പോലെ നമ്മൾ അടിച്ചിറക്കിയ വേണ്ടേ? ചേച്ചീനെ ഡ്രസ്സും ഇതാണ്. നീ അതൊന്നും നോക്കാം, ഈ വണ്ടീൻ്റെ റേറ്റ് പറയാം. റേറ്റ് ഏകദേശം നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് 6 ലക്ഷമാണ്. 6 lakhs റുപ്പീസാണ് വരുന്നത്. ചേച്ചിക്കിപ്പോൾ എത്ര ഡൗൺ പേയ്മെൻ്റ് ആണ് ഫുൾ പേയ്മെൻ്റ് ആണോ തരുന്നത്? അത് എനിക്കിപ്പോൾ ഡൗൺ പേയ്മെൻറ്റേ തരാൻ പറ്റത്തുള്ളൂ. എൻ്റെ കയ്യിലിപ്പോൾ ക്യാഷ് കുറവാണ്. ഞാനൊരു കാർ എടുത്തിട്ട് വരുന്ന വഴിയാണ്. കാർ എടുത്തിട്ട് വരികയാണോ? ഇപ്പം എത്ര തരാൻ പറ്റും ചേച്ചിക്ക്? എനിക്കിപ്പോൾ ഒരു 3.5 ലക്ഷം രൂപ തരാൻ പറ്റും. 3.5 ലക്ഷം അല്ലേ? അപ്പം നിങ്ങൾക്ക് എടുക്കാമല്ലോ വണ്ടി സിമ്പിളായിട്ട്. കുറച്ച് ബുക്കും പേപ്പറും ഉണ്ട്. ഞാൻ വണ്ടി അങ്ങോട്ട് ഇട്ടുതരാം ചേച്ചിക്ക്. ഇവിടുന്ന് വണ്ടി എടുക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ്. അപ്പോൾ ചേച്ചീൻ്റെ വണ്ടി നമ്മൾ ഇവിടെ കൊണ്ടിട്ടു. ഫുൾ കുട്ടപ്പനാണ് ചേച്ചീൻ്റെ വണ്ടി. ചേച്ചി വാ, കുറച്ച് ബുക്കും പേപ്പറുണ്ട്. ഓക്കെ. എവിടെയാണ് ബുക്കും പേപ്പറും ഉള്ളത്? മേളിലാണോ? ഓക്കെ, നമുക്ക് മേളിൽ പോകാം. അപ്പോൾ ഗൈസ് ഇവരെ ഇതും കൂടി ചെയ്ത് കൊടുക്കുക ഗൈസ്. അപ്പോൾ ഇവരെ ബുക്കും പേപ്പറും കൂടി ചെയ്തിട്ട് നമുക്ക് കാണാം. ഗൈസ് നമ്മളെ ലാസ്റ്റത്തെ കസ്റ്റമറാണ് ഇയാൾ. പിന്നെ നമ്മളെ ഷോപ്പ് പൂട്ടും. ചേട്ടന് ഏത് വണ്ടിയുണ്ട്? ഇവിടെ അതൊക്കെ വണ്ടി ഉണ്ടോ? ചേട്ടാ ഇവിടെ കാണുന്ന വണ്ടി ഫുള്ള് കൊടുക്കാനുള്ളതായിരുന്നു. എന്നാൽ ഈ ചോപ്പ് വണ്ടി തന്നെ ആയിക്കോട്ടെ. ഇതിന് എത്ര റേറ്റ്? ഇതിന് ഏകദേശം വരുന്നത് 8 ലക്ഷമാണ്. 8 ലക്ഷം? അതിത്ര കൂടുതലല്ലടോ. ചേട്ടൻ വേണമെങ്കിൽ ഈ വണ്ടി എടുത്തു കൊടുക്കും, ഇല്ലെങ്കിൽ ആ വണ്ടി എടുക്കുന്ന 6 ലക്ഷം. വേണ്ട, എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ട ഇത് നോക്കാം. ചേട്ടാ ഡൗൺ പേയ്മെൻ്റ് ആണോ അല്ലെങ്കിൽ ഫുൾ ക്യാഷ് ആണോ? ഡൗൺ പേയ്മെൻറ്റ് എത്ര അടയ്ക്കാൻ പറ്റും? ഇപ്പം എത്ര അടയ്ക്കാം? ഇപ്പോൾ ഒരു 4.5 ലക്ഷം അടയ്ക്കാൻ പറ്റും. ബാക്കി ഞാൻ മാസം അടച്ചുകൊണ്ട്. എത്ര അടയ്ക്കാം മാസം? അപ്പം ഇതാണ് വണ്ടി. കുറച്ച് ബുക്കും പേപ്പറും ഉണ്ട് കേട്ടോ ചേട്ടാ. ബുക്കും പേപ്പറോ? എന്നാവാ ബുക്കും പേപ്പർ ചെയ്തിട്ട് പോവാം. അപ്പോൾ ഗായ്സ് ഇയാളാണ് നമ്മളെ ലാസ്റ്റത്തെ കസ്റ്റമർ. അപ്പോൾ ഇയാളെ ബുക്കും പേപ്പറും ചെയ്തിട്ട് നമുക്ക് കണ്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഗൈസ് നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് നമുക്ക് വൈൻഡപ്പ് ആക്കാം വീഡിയോ. നേരെ വീട്ടിൽ പോകാം. ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ കഴിഞ്ഞ സൺഡേ വീഡിയോ ഇട്ടില്ല ഗൈസ്, കാരണം എനിക്ക് ചില പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ എൻ്റെ ഹാപ്പി ബർത്ത്ഡേയും കൂടിയാണ് ഗൈസ്. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഹാപ്പി ബർത്ത്ഡേ എന്ന് അലോക്ക് എന്നും പറഞ്ഞിട്ട്. അപ്പം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീട്ടിലേക്കുള്ള വഴി അതാ തന്നെ. ഇത് നേരെ അങ്ങോട്ട് വിടുക. ഓഫ് റോഡ് ആയതുകൊണ്ട് ഫുൾ അയ്യോ വരല്ലേ, ഇനി വേറെ വണ്ടി എടുക്കാൻ വൈകുന്നു. അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് വൈൻഡപ്പ് ആക്കേണ്ടി വരും. വീട്ടിൽ നിന്ന് വൈൻഡപ്പ് ആക്കാന്ന് വരുമ്പോൾ താറും കണ്ട് ജയിച്ച് തരികയാണ് ഗൈസ്. ഇനി നമുക്ക് കാർ ഷോറൂം എടുക്കുക ഗൈസ്. ഇനി അടുത്ത വീഡിയോ കാർ ഷോറൂം ആക്കാം നമുക്ക് വേണമെങ്കിൽ. ഈ വീഡിയോയുടെ ഒരു 1K വ്യൂവേഴ്സൊക്കെ കിട്ടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെയ്ത് തന്നാൽ പിന്നെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. നമ്മളിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു വരിക. 77 സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പം നമ്മൾ ഇത് വരുന്നത്. പിന്നെ നമ്മളെ ഗെയിമിൽ പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഇന്ത്യൻ ബൈക്ക് 3Dയിൽ.
പിന്നെ നമ്മളെ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ ഇനി നമ്മളെ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ അല്ലേ അതിൻ്റെ വീഡിയോ ഇനി ഉണ്ടാവുമെന്ന് ആയിരിക്കില്ല. അത് കഴിച്ച് എനിക്ക് മടുത്ത് ഗെയിം കളിച്ച്. അപ്പം നമുക്ക് ഇന്ത്യൻ ബൈക്കിൻ്റെയും ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യൻ്റെയും വീഡിയോ ഇട്ട് നിൽക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അടുത്ത വീഡിയോയിലേക്ക്